लेसन 3 वाणी का महत्व। वाणी का महत्व मीन्स इम्पोर्टेंट ऑफ स्पीच वर्ड्स। एक बार मेंढकों का एक दल जंगल में घूम रहा था. അപ്പോൾ ഒരു പ്രാവശ്യം മെയിൻഡക്ക് എന്ന് പറഞ്ഞാൽ ഫ്രോഗ്സ് ആണ്. അപ്പോൾ ഫ്രോഗ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രോഗ്സ് ഫോറസ്റ്റിൽ കറങ്ങുമായിരുന്നു. सभी मेंढक मस्ती में उछलते कूदते हुए घूमने का आनंद ले रहे थे. അപ്പോൾ ഈ ഗ്രൂപ്പ് മൊത്തം ചാടിയിട്ടും ഉല്ലസിച്ചിട്ടും കറങ്ങ ആസ്വദിക്കാൻ ഫോറസ്റ്റിൽ അവരുടെ ആ കറക്കം. उसी समय उनमें से 2 मेंढक गहरे गड्ढे में गिर पड़े. അപ്പോൾ ആ സമയത്ത് തന്നെ 2 ഫ്രോഗ്സ് ഒരു വലിയ ആഴമുള്ള ഒരു കുഴിയിലേക്ക് വീണു. വി ഗഡ്ഡെ സെ ബഹാർ നിക്കൽനെ കാ പ്രയാസ് करने लगे. അപ്പോൾ താഴത്ത് വീണപ്പോൾ നല്ല ആഴമുള്ള കുഴിയായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് മുകളിലേക്ക് ചാടാനുള്ള പ്രയാസ് करने लगे മീൻസ് ട്രൈ ചെയ്യാം. അവരപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യാൻ തുടങ്ങി. उनके साथी मेंढक गड्ढे के चारों ओर खड़े हो गए. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ആ കുഴിയുടെ 4 ഭാഗത്തായിട്ട് നിന്നു. उन्होंने दोनों मेंढकों को गड्ढे से बाहर निकलने के बजाय उनका मनोबल गिराना शुरू कर दिया. അപ്പോൾ ഇവർ ഈ 4 സൈഡിൽ നിന്നിട്ട് ഈ താഴത്ത് വീണ കുഴിയിൽ വീണ ഫ്രോഗ്സിനെ ഹെൽപ്പ് ചെയ്യാതെ അവരെ ഡീമോറലൈസ് ചെയ്യാൻ തുടങ്ങി, നിരാശപ്പെടുത്താൻ തുടങ്ങി. वे सभी चिल्ला चिल्लाकर कहने लगे, अब तुम दोनों की मौत निश्चित है. तुम दोनों इस गहरे गड्ढे से कभी बाहर नहीं निकल सकोगे. അപ്പോൾ അവിടെ നിന്നിട്ട് അവരെ സഹായിക്കാതെ ഉറക്കെ പറയാൻ തുടങ്ങി. എന്താണ്? अब तुम दोनों की मौत निश्चित है. നിങ്ങളുടെ രണ്ടാളുടെ മരണം ഉറപ്പാണ്. तुम दोनों इस गहरे गड्ढे से कभी बाहर नहीं निकल सकोगे. നിങ്ങൾക്ക് ഈ കുഴിയിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധിക്കില്ല. तुम दोनों इस गड्ढे से निकलने का व्यर्थ प्रयास कर रहे हो. നിങ്ങൾ രണ്ടാളും ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. अब तुम्हें कोई नहीं बचा सकता. നിങ്ങളെ ഇനി ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. इस गहरे गड्ढे से बाहर निकलना मुश्किल ही नहीं नामुमकिन भी है. അപ്പോൾ അവരെന്താ പറയുന്നത്? ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഓൺലി ഡിഫിക്കൾട്ട് ബട്ട് ആൾസോ ഇമ്പോസിബിൾ. പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം മാത്രമെന്നല്ല, അത് ഇമ്പോസിബിൾ. गड्ढे में गिरे दोनों मेंढक अपने साथियों की बात पर ध्यान न देकर निरंतर बाहर निकलने की कोशिश करते रहे. അപ്പോൾ ആ കുഴിയിൽ വീണ ഫ്രോഗ്സ് എന്താ ചെയ്തത്? അവർ അവരുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ അവർ പുറത്തേക്ക് വരാൻ പ്രയത്നിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ടു ट्राई टू. परंतु उनमें से एक मेंढक ने हार मान ली. अपने साथियों के शब्द सुनकर उसका मनोबल टूट गया और वो मर गया. അപ്പോൾ അതിൽ ഒരെണ്ണം ഒരു മേണ്ടക്കിനെ ഹാർ മാനില്ല. അപ്പോൾ ഒരാൾ തോൽവി സമ്മതിച്ചു. अपने साथी के അത് എന്തുകൊണ്ടാണ്? अपने साथियों का बात शब्द सुनकर उसका मनोबल टूट गया. അപ്പോൾ ആ ഫ്രണ്ട്സുമാർ അവരെ എന്താ പറയുക ഡീമോറലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് അങ്ങോട്ട് പോയി. और वो मर गया. അങ്ങനെ അത് ചത്തുപോയി. जबकि दूसरे ने अब भी उम्मीद नहीं छोड़ी थी. പക്ഷെ മറ്റേ ഫ്രോഗ് ഇതുവരെ ആ കോൺഫിഡൻസ് വിട്ടിരുന്നില്ല. उसने अपना सारा ध्यान गड्ढे से बाहर निकालने की ओर लगा दिया. അപ്പോൾ ആ മേണ്ടക്ക് എന്താ ചെയ്തത്? എല്ലാ ശ്രദ്ധയും ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. वह अपने साथियों की निराश करने वाली बातों पर ध्यान न देकर दुगने उत्साह के साथ बाहर निकलने की कोशिश करने लगा. അപ്പോൾ ആ ഫ്രോഗ് എന്താ ചെയ്യുന്നത്? वो अपने साथियों की निराश करने वाली बातों पर, അപ്പോൾ ഡീമോറലൈസ് ചെയ്യാൻ അവരുടെ ആ കോൺഫിഡൻസ് താഴത്തേക്ക് വീഴ്ത്താൻ ശ്രമിക്കുന്ന വാക്കുകളായിരുന്നു അവരുടെ കൂട്ടുകാർ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ
दुगने उत्साह के साथ बाहर निकालने की कोशिश करने लगा. 2 ഇരട്ടി പ്രയത്നിച്ചിട്ട് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. अंततः बड़ी मेहनत और उत्साह की बदौलत वह गड्ढे से बाहर निकलने में कामयाब हो गया. അപ്പോൾ ഈ ഭയങ്കര ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചിട്ട് ഈ മേണ്ടക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ जब वह गड्ढे से बाहर आया तो उस दूसरे मेंढकों ने उससे आश्चर्य से पूछा, अरे क्या तुमने हमारी बातें नहीं सुनी? അപ്പോൾ ഈ ഫ്രോഗ് പുറത്തേക്ക് വന്നപ്പോൾ ബാക്കിയുള്ള അവിടെ കൂട്ടം കൂടി നിന്നിരുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സ് ഈ ഫ്രോഗിനോട് ചോദിക്കാൻ, അരെ ക്യാ തുമ്നെ ഹമാരി ബാത്തെ നീ സുനി? അത് നീ എന്താ ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ? वो बहादुर मेंढक बोला, नहीं, मुझे तुम्हारी बातें सुनाई नहीं पड़ी. मैं तुम लोगों की व्यर्थ की बातें सुनना भी नहीं चाहता. तुम लोगों को अपने व्यवहार पर शर्म आनी चाहिए. അപ്പോൾ ആ ബ്രേവായ ആ ഫ്രോഗ് പറയാണ്, ഞാൻ നിങ്ങളുടെ വാക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. मैं तुम लोगों की व्यर्थ की बातें सुनना भी नहीं चाहता. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. तुम लोगों को अपने व्यवहार पर शर्म आनी चाहिए. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ബിഹേവിയറിൽ കുറിച്ച് നിങ്ങൾ ലജ്ജിക്കണം. You should be ashamed of what you have done. मुसीबत में फंसे हुए व्यक्ति की सहायता करने के बजाय उसका मनोबल गिराना कहाँ तक उचित है? അപ്പോൾ he is saying that മുസീബത്ത് में फंसे हुए വ്യക്തി की സഹായത. അപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ കുടുങ്ങിയിട്ടുള്ള ഒരു ആളെ സഹായിക്കാതെ ബജായ് ഉസ്കാ മനോബൽ ഗിരാന കഹാ തക് ഉചിത്. അവരുടെ കോൺഫിഡൻസ് തകർക്കുക എന്നുള്ളത് എവിടെ നിന്നാണ് ശരിയാവുന്നത്? ഹൗ कैन इट बी जस्टिफाइड? सिर्फ और सिर्फ तुम लोगों के कारण मेरे साथी मेंढक को अपनी जान गंवानी पड़ी. तुम लोग ही उसकी मौत के जिम्मेदार हो. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒറ്റ കാരണമാണ് എൻ്റെ ഫ്രണ്ട് ജീവൻ കളയേണ്ടി വന്നത്, മരിച്ചത്. ഇതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. उसकी बात सुनकर दूसरे मेंढकों को अपनी गलती का एहसास हुआ. इस कारण से सभी ने उससे क्षमा मांगी. അപ്പം മേണ്ടക്ക കുഴിയിൽ വീണ മേണ്ടക്ക ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും അവരുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലായി. അതിന് അവർ ആ മേണ്ടക്കിനോട് സോറി പറയുകയും ചെയ്തു. So then what is the moral of the story? What does the writer wants to tell you about this lesson? എന്താണത്? हमें मुसीबत के समय दूसरों का उत्साह बढ़ाना चाहिए. whoever is in trouble, ആരാണോ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് നമുക്ക് അവരുടെ കോൺഫിഡൻസ് ഉയർത്തണം, ഉത്സാഹിപ്പിക്കണം. उनका मनोबल को नहीं गिरना देना चाहिए. അവരുടെ കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും നെഗറ്റിവിറ്റി പറഞ്ഞിട്ട് തകർക്കാൻ പ്രയത്നിക്കരുത്. यदि कोई हमारे मनोबल या साहस को कम करने का प्रयत्न करता है तो हमें उस पर ध्यान भी नहीं देना चाहिए. അതുപോലെ തന്നെ നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെങ്ത്തിനെ ആരെങ്കിലും തകർക്കാൻ പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മൾ അതും ശ്രദ്ധിക്കരുത്, അത് നമ്മൾ കാര്യമാക്കരുത്. യദി ഹം ധ്യാൻ ദേത്തെ. കാരണം എന്താ, അത് എന്തുകൊണ്ടാണ് പറയണത്? നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. കാരണം എന്താ, നമ്മൾ അവരുടെ വാക്ക് കേട്ടിട്ട് നമ്മളുടെ ആ പോസിറ്റീവ് എനർജി ഡിക്രീസ് ആയിട്ട് വരും. അപ്പം നമ്മളുടെ ശക്തി, നമ്മളുടെ കോൺഫിഡൻസൊക്കെ അത് ഇല്ലാതെയാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇപ്പം നമ്മളൊരു ബുദ്ധിമുട്ടിലാണ്, അടുത്തുള്ളവർ നിങ്ങളോട് ഇപ്പം അത് അങ്ങനെ ബുദ്ധിമുട്ടാണ്, അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. നമ്മൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നോ വി ഷുഡ് ട്രൈ ടു ഡു ദാറ്റ്.